പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ സ്കൂൾ ബസ്സുകളിലെ MVD പരിശോധന ഈ മാസം 20-ന് തുടങ്ങും. പ്രത്യേക സ്ക്വാഡായി തിരിഞ്ഞാകും പരിശോധന. സുരക്ഷാ ഉപകരണങ്ങൾ അടക്കമുണ്ടോ എന്ന് പരിശോധിക്കും. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള മറ്റ് നടപടികളും 20 മുതൽ ആരംഭിക്കും. RB സനൂപ് വിവരങ്ങൾ നൽകും. സനൂപ, ഈ പരിശോധന പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ. ബസ്സുകളോടൊക്കെ തന്നെ ഫിറ്റ്നസ് പൂർത്തിയാക്കാൻ വേണ്ടി നേരത്തെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫിറ്റ്നസ് പൂർത്തിയായ ബസ്സുകളിലാണ് ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തുന്നത്. ദിവ്യ 20-ാം തീയതി, അതായത് തിങ്കളാഴ്ച മുതൽ തന്നെ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളുടെയും സ്കൂൾ ബസ്സുകളിൽ പരിശോധന തുടങ്ങും. സ്വകാര്യ സ്കൂളുകളുടെയും അതുപോലെ സർക്കാർ സ്കൂളുകളുടെയും ബസ്സുകളിലാണ് പരിശോധന നടത്തുന്നത്. പ്രധാനമായിട്ടും മോട്ടോർ വാഹന വകുപ്പ് നോക്കുന്നത് ബസ്സിനകത്ത് ഈ സുരക്ഷാ കിറ്റ്, സുരക്ഷാ ഉപകരണങ്ങളൊക്കെ തന്നെ ഉണ്ടോ, തീപിടുത്തമുണ്ടായാൽ അത് കെടുത്താൻ വേണ്ട ഫയർ എക്സ്റ്റിംഗ്വിഷർ അടക്കമുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള പരിശോധനയാണ് നടത്തുന്നത്. വെവ്വേറെ സ്ക്വാഡായിട്ട് തിരിഞ്ഞ് ഓരോ സ്കൂളിലും എത്തിയാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. അതിനോടൊപ്പം തന്നെ ജൂൺ 1-ന് സ്കൂൾ തുറക്കും. അതിന് മുന്നോടിയായിട്ട് റോഡുകളിലെ അടക്കമുള്ള പരിശോധനയും മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. കുട്ടികൾ പോകുന്ന സ്ഥലത്ത് അവിടുത്തെ സീബ്ര ക്രോസിംഗ് വരെയൊക്കെ തന്നെ തെളിഞ്ഞു നിൽപ്പുണ്ടോ, അതിനോടൊപ്പമുള്ള മറ്റ് സുരക്ഷാ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തി അതിന്റെ നടപടികളും വേഗത്തിൽ പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതിന്റെ ഉത്തരവ് ഉടൻ തന്നെ പുറത്തിറങ്ങും.